മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പം കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്കറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ? ചേട്ടാ, അതിനിടെ ഹെൽപ്പ്. അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടം. ചേട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? പിച്ചി പിച്ചി ഇപ്പൊ പച്ചപ്പുല്ലോ, പച്ച പച്ച പിന്നെ പച്ചപ്പില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ? എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടിയാ ഇതൊക്കെ? ശരിക്കും പറഞ്ഞ അവള് UKG പഠിക്കുമ്പോ ഞാൻ അവളെ നോട്ടിട്ടതാ. UKG കേട്ടോ? ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. UKGയിലെ പ്രണയം. ഒന്ന് പോ സഞ്ജു. ഇഷ്ടാന്ന് ഞാൻ സമ്മതിച്ചതേ 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ് അത്ര മോശമല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന്. അല്ല, സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ബാക്കി പറ. അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവുമായിരുന്നു. ബാംഗ്ലൂർ പോയാ പിന്നെ US എംബസിയിൽ തനിച്ചു പോവാന്ന് പറഞ്ഞ ചേട്ടനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ കൂടെ പോകാനായിരുന്നു. അതെ, ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങളൊരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാ. അല്ലടേ, ഞങ്ങൾ ഭയങ്കര സിൻസിയറാണ്. അതെ ചേട്ടാ, ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത അതെ തീരുമാനം. അതെ. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ഉറങ്ങിയായിരുന്നു അമ്മേ? ഇല്ല. അവൾ പറഞ്ഞല്ലോ അല്ലേ, ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു. നിഷിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ? ആ, എത്തും. അച്ഛാ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ? അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ?
വേണ്ട. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. സംഗതി ഏറ്റു. അവനെന്തായാലും നോർമലായല്ലോ. എന്താ അവിടെ വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ? പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും. അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടിലുള്ളതാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്, മനസ്സിലായ? അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്, മനസ്സിലായല്ലോ. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അമ്മേ, ആ അമ്മേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ അമ്മേ? ഒരു ബ്ലഡ് അല്ലേ അമ്മേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ആ, ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളുടെ ഈ കെട്ടിയവൻ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു. ഷോ, ഇതെന്ത് പറ്റിയ നിങ്ങക്ക്? ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഏത് കുടുംബത്തിലാണ് നടക്കുന്നത്? നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ? ഇനിയിപ്പോ ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം അറിയും, സുഖം അറിഞ്ഞാൽ കെയർ ടേക്കർ അറിയും, കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും, പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ അഹകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരി ചിരിച്ചത്? അത് നീ തന്നെ പോയി അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മുഖത്തെ ചിരിയുടെ അർത്ഥം നോക്കലല്ല എന്റെ പണി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചു വെച്ചത്? ആ രാമേട്ടാ, സാറേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ ഇങ്ങ് വായോ, ഇവിടുന്ന് കഴിക്കാം. ആണോ? ആ, ആരും കഴിച്ചിട്ടില്ല. ഓക്കെ, വെറൈറ്റി ഫുഡ് ഉണ്ട്. എന്റെ പൊന്നു ദോസേട്ടാ, ഫീലുടെ മതി, പെട്ടെന്ന് തീരും. എനിക്കെൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്നത് ഇഷ്ടമല്ല. രാമേട്ടൻ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കട്ടെ. പിന്നെ അച്ഛൻ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ, അതോടെ തീരുമല്ലോ. ഞാൻ അയാളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിശ്വാസമല്ല. അങ്ങോട്ടിരുന്നേ. ആ അങ്കിളെ, ആ സാറേ, സാറ് തന്ന് കാലിൽ പെരട്ടി നോക്ക്. മുറി കൂട്ടിയാ ബെസ്റ്റാ. അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രി പോണേ. എന്നാ ആ ഫിഷ് മോളിയാ. ആ സാറേ, എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ച തുറപ്പനാന്നാ. എലിശല്യം കൂടുതലാണ്. ഈ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുകയാണല്ലോ സാർ. അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും, രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, അതേ കടി ഇനിയും കിട്ടും. തുറന്നപ്പോ കൈ തട്ടിയതാമേ. ഞാനത് വൃത്തിയാക്കാം. അങ്കിളിരിക്കും, ഇനി ഇത് എടുക്കണ്ട. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഫിഷ് മോളിലല്ലേ, മോളിൽ നിന്ന് എടുത്തോ, ഞാൻ കഴിച്ചോളാം. ആഹാ, ഇത്രയും നേരം നോക്കിയിട്ട് ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോഴാണ്ട്. 60 കഴിഞ്ഞ ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നു. ഇവിടെ ചെറുപ്പക്കാർ വരെ കുട്ടി ഉണ്ടാവാൻ കഷ്ടപ്പെടുമ്പോഴാണ്. നീ എന്താ ഈ ആ സമയത്ത്? സ്വന്തം വീട്ടിലേക്ക് വരാൻ അസമയമൊക്കെ ഉണ്ടോ?
അമ്മ എന്തെടുക്കായിരുന്നു? നൈറ്റിയുടെ ഹോക്ക് സ്റ്റിച്ച് ചെയ്യായിരുന്നു. അച്ഛനോടെ? അച്ഛൻ എന്തെടുക്കായിരുന്നു ഇവിടെ? ഞാൻ കിടക്കായിരുന്നു. ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പൊ പുറത്തെടുത്തത്? അതിനിപ്പം നിനക്കെന്താ? ആ മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി. ഒരുമിച്ചുള്ള കിടത്തം ഇനി വേണ്ട, മനസ്സിലായല്ലോ? തൽക്കാലം ബ്രോഡാഡി ആവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ക്യാമറ സാർ, ഇതാണ് സെക്കൻഡ് വരുന്നത്. ഓക്കെ, ആ ഇത് തേർഡ്. ഈ ക്യാം അവിടെ ഒരു വിസിബിലിറ്റി ഉണ്ടല്ലോ ഓ ഫുള്ള് ഗ്യാരണ്ടി ആണ്. ഇതിൽ വോയിസും കിട്ടുമല്ലോ. പിന്നെ മൊബൈൽ എപ്പോൾ ആണെങ്കിൽ നോക്കാലോ. നിങ്ങൾക്ക് ഇൻറ്റീരിയർ ചെയ്യുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ഈ വീട് ഫുള്ളായിട്ട് സൗണ്ട് പ്രൂഫ് ആക്കണം. ഫുള്ളോ? ഹോം ഫുള്ള് തിയേറ്റർ ആക്കേണ്ട പരിപാടിയാണോ? അല്ല, എനിക്ക് നോയ്സ് പുറത്തു പോകണം ഇഷ്ടമല്ല. അതിനിവിടെ അധികം നോയ്സ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഇനി ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. 1 2 3 ആ അങ്ങനെ. ഓക്കെ, അതാ നോക്കാം. ആ ശരി. ഇറങ്ങണേ. നമുക്ക് അധികാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി. പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും. നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ദാസേട്ടാ? ഞാൻ കുറച്ച് വിഷം മാറ്റി വെച്ചിട്ടുണ്ട്. അത് എസിക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി, പിന്നെ ഉണരില്ല. നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ കിടത്തം ഞാൻ തീരുമാനിച്ചു. ദാസേട്ടാ, നമ്മൾ എന്തിനു മരിക്കണം?